കുടക് മലയാളി കൂട്ടായ്മയുടെ ഭാഗമായ പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഓട്ടുമഹോത്സവത്തിന് തുടക്കമായി. ഇന്ന് രാവിലെ കാളപ്പുറത്തെ കുടകരുടെ അരിവരവോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുത്തുകുടകളുടെയും താളമേളങ്ങളുടെയും സഹസ്രവിളക്കിന്റെയും അകമ്പടിയോടുകൂടിയ കലവറ നിറക്കൽ ഘോഷയാത്ര വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും. താഴത്തമ്പലത്തിൽ അടിയന്തര യോഗത്തിന് ശേഷം തിരുവത്താഴത്തിന് അരിയളവ്, കുഴിയെടുപ്പിൽ അഗ്നിപകരൽ, രാത്രി 10-ന് നായന്മാർ ഊട്ട് എന്നിവ നടക്കും. എല്ലാ ദിവസവും രാവിലെ 7-ന് ഭഗവത്ഗീത പാരായണം, വൈകുന്നേരം 6:30-ന് സമൂഹാരാധന എന്നിവയുണ്ടായിരിക്കും. 12-ന് രാവിലെ 10-ന് ചൂളിയാട് ദേശവാസികളുടെ ഓലക്കാഴ്ച, വൈകുന്നേരം 6-ന് പയ്യാവൂർ കൈതപ്രം ദേശവാസികളുടെ ഓട്ടുകാഴ്ച, 20 വരെ എല്ലാ ദിവസവും രാത്രി 10-ന് ശ്രീഭൂതബലിയും, 21 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5:30-ന് തിടമ്പെഴുന്നള്ളത്തും തിരുനൃത്തവും ഉണ്ടായിരിക്കും. 15-ന് മഹാശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം 6-ന് കാഞ്ഞിലേരി ദേശവാസികളുടെ ഓട്ടുകാഴ്ച, രാത്രി 7-ന് ശിവപൂജ, 16 മുതൽ 22 വരെ രാത്രി 9-ന് തായമ്പക, 20-ന് രാവിലെ 5-ന് താഴ്ത്തമ്പലത്തിൽ കുടകരുടെ അരിസമർപ്പണവും, രാത്രി 10:30-ന് കുടകരുടെ തുടികൊട്ടിപ്പാട്ടും, 21-ന് രാവിലെ 6-ന് തിരുനടയിൽ കുടകരുടെ അരിസമർപ്പണം, രാത്രി 8:30-ന് ചേടിച്ചേരി കുട്ടാവു ദേശവാസികളുടെ ഇളനീർ കാഴ്ച, 22-ന് പുലർച്ചെ 4-ന് നെയ്യൊപ്പിക്കൽ, രാവിലെ 8-ന് സംഗീതാർച്ചന, ഉച്ചയ്ക്ക് 1:30-ന് കേളിക്കൊട്ട്, വൈകുന്നേരം 4-ന് ചൂളിയാട് ദേശവാസികളുടെ ഓമന കാഴ്ച, 5-ന് കുടകരുടെ മടക്കയാത്ര, 23-നൊഴികെ എല്ലാ ദിവസവും രാത്രി 7-ന് അന്നദാനവും, 22-നും 24-നും രാവിലെ 11 മുതൽ മഹാ അന്നദാനവും ഉണ്ടായിരിക്കും. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും നടക്കും. പയ്യാവൂർ ശിവക്ഷേത്ര ഊട്ടുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ വർഷത്തെ ഊട്ടുമഹോത്സവം ഫെബ്രുവരി 11 മുതൽ 27 വരെ നടക്കുകയാണ്. അതിലേക്കായി എല്ലാ ഭക്തജനങ്ങളെയും പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് ട്രസ്റ്റി ബോർഡിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും പങ്കെടുത്ത് ഈ ഉത്സവം അതിമനോഹരമാക്കി തീർക്കണം ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. പയ്യാവൂർ ഊട്ട് മഹോത്സവം എന്ന് പറയുമ്പോൾ 2 സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് പയ്യാവൂർ. 2 വേഷങ്ങൾ, 2 സംസ്കാരങ്ങൾ, 2 ഭാഷകൾ ഒക്കെ കൂടി ഉള്ള സമ്മേളനമാണ് യഥാർത്ഥത്തിൽ പയ്യാവൂരിൽ നടക്കുന്നത്. പയ്യാവൂർ ഊട്ടുത്സവം എന്ന് പറയുമ്പോൾ വിവിധ ദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ, പല ദേശക്കാരുടെ ഊട്ടുകാഴ്ചകൾ, അതുപോലെ തന്നെ കൊടകിൽ നിന്നുള്ള കാളപ്പുറത്ത് അരിവരവ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്നതാണ് പയ്യാവൂർ ഊട്ടുമഹോത്സവം. ഇന്ന് രാവിലെ കൊടകിൽ നിന്ന് കാളപ്പുറത്ത് അരിയുമായി വന്ന് അരി താഴത്തമ്പലത്തിൽ ചെരിഞ്ഞതോടുകൂടി പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന് തുടക്കമായി. വൈകുന്നേരം കോമരത്തച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അടിയന്തര യോഗത്തിന് ശേഷം ഊട്ട് ഏൽപ്പിക്കൽ ചടങ്ങും കൂടെ നടന്നതിന് ശേഷം വൈകുന്നേരം കുഴിയെടുപ്പിൽ തീയിട്ട് നായന്മാർ ഊട്ട് നടത്തും. രാത്രി 10 മണിയോട് കൂടിയിട്ട് നാളെ രാവിലെ ഊട്ടിൻ്റെ മറ്റ് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പയ്യാവൂർ ഊട്ട് മഹോത്സവം ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ എന്ന് പറയുന്നത് 156 വർഷം പണ്ട് പയ്യാവൂർ ഊട്ട് മഹോത്സവം മുടങ്ങിയെന്നാണ് ചരിത്ര രേഖകളിലൊക്കെ കാണുന്നത്. ആ മുടങ്ങിയ സമയത്ത് പയ്യാവൂർ ഊട്ട് മഹോത്സവം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊയ്റ്റി അമ്മൻ കുറുപ്പിനോട് ഭഗവാന്റെ ഒരു സ്വപ്ന ദർശനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊയ്റ്റി അമ്മൻ കുറുപ്പ് കൊടകിൽ പോയി, അതുപോലെ തന്നെ വിവിധ ദേശങ്ങളിൽ പോയി പയ്യാവൂർ ഊട്ട് മഹോത്സവം നന്നായി നടത്തുന്നതിനാവശ്യമായ സഹായം ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടകിൽ നിന്ന് അരിയുമായി ഭക്തരെത്തുന്നത്. അത് 46 കിലോമീറ്ററോളം നടന്ന് കാട്ടിലൂടെ കാളപ്പുറത്ത് അരിയുമായിട്ടാണ് എത്തുന്നത്. അതുപോലെ തന്നെ വിവിധ ദേശങ്ങൾ, അതായത് ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച, ചേടിച്ചേരി നിവാസികളുടെ ഇളനീർ കാഴ്ച, പയ്യാവൂർ നിവാസികളുടെ ഊട്ടുകാഴ്ച, അതുപോലെ തന്നെ കുംഭം 3-ാം തീയതി കാഞ്ഞിലേരി നിവാസികളുടെ ഊട്ടുകാഴ്ച, കൈതപ്രം നിവാസികളുടെ ഊട്ടുകാഴ്ച, അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഊട്ടുകാഴ്ച ഈ പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പയ്യാവൂരിനെ സംബന്ധിച്ച് മതേതരത്തിന് പേര് കേട്ട ഒരു ഊട്ടുത്സവമാണിത്. പണ്ട് കാലത്ത് കോഴിക്കോട് നിന്ന് വരുന്ന മാപ്പിള കച്ചവടക്കാർ ഇവിടെ വന്ന് എന്തെങ്കിലും വിധത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മന്നക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം പോലും നമ്മുടെ പയ്യാവൂർ അമ്പലത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു. അവർ മൊയ്ലൂത്ത് നേർച്ച നടത്തിയിട്ടാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത്.
അത്തരത്തിൽ ഏത് വിധത്തിലും മതേതരത്വത്തിനൊക്കെ പേര് കേട്ട പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിന് മുഴുവൻ ഭക്തജനങ്ങളെയും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഈ വരുന്ന 13 ദിവസം ഊട്ട് മഹോത്സവത്തിന് ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നൽകുന്നതാണ്. 10-ാം തീയതിയും 12-ാം തീയതിയും 10,000-ങ്ങളാണ് ഇവിടെ അന്നദാനം കഴിക്കുന്നത്. മുഴുവൻ ഭക്തജനങ്ങളെയും പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിലേക്ക്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചരിത്ര കഥകൾ നിലവിൽ നമ്മുടെ നാട്ടിലുണ്ട്. പാശുപതാസം നേടിയെടുക്കുന്നതിന് വേണ്ടി അർജുനൻ തപസ് ചെയ്ത മണ്ണ് വയത്തൂരിൽ നിന്ന് ശ്രീ പരമേശ്വരൻ വാരി എറിഞ്ഞ് വന്നു വീണ സ്ഥലമാണ് വൈകാലൂർ എന്ന് നാമധേയത്തിൽ അറിയപ്പെടുന്ന പയ്യാവൂർ. പിന്നീട് കാലക്രമത്തിൽ ലോപിച്ച് വൈകാലൂർ പയ്യാവൂരായി മാറിയതും പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ കുംഭമാസം സംക്രമത്തിന് നടക്കുന്ന ഊട്ട് മഹോത്സവം നാനാജാതി മതസ്ഥർക്കെല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഊട്ട് മഹോത്സവമാണ്. അതിൽ എല്ലാവരും പഴയകാലത്തെ ജാതി മത വ്യവസ്ഥകൾക്കെല്ലാം തന്നെ എതിരായി നല്ല രീതിയിൽ ഊട്ട് മഹോത്സവം ജനപങ്കാളിത്തോടെ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പയ്യാവൂർ ശിവക്ഷേത്രം. ക്ഷേത്ര ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് ക്ഷേത്ര ചടങ്ങുകൾ മുടങ്ങിക്കിടന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രീ മഹാദേവൻ്റെ ഊട്ട് മഹോത്സവം മുടങ്ങാതിരിക്കാൻ അവിടേക്ക് ആവശ്യമായ അരി സാധാരണക്കാരായ ആളുകൾ വരുമ്പോൾ അവരെ വിശപ്പടക്കുന്നതിനു വേണ്ടി അരി ലഭിക്കുന്നതിനു വേണ്ടിയും കൊടകിലുള്ള കടിയത്ത് നാട്ടിലെ അവിടെയുള്ള ഗുരു കാരണവന്മാരെ നേരിട്ട് പോയി കണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഊട്ട് മഹോത്സവത്തിന് ആവശ്യമായ അരി നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എത്തിക്കണമെന്ന ഒരു അഭ്യർത്ഥന നടത്തുകയും അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ക്ഷേത്രത്തിലെ മഹോത്സവം മുടങ്ങാതിരിക്കാനുള്ള അരി സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ആ സന്നിധാനത്ത് എത്തിച്ചേരുമെന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ കാളപ്പുറത്ത് കാൽനടയായി കുടക് ഭക്തർ അരിയുമായി എത്തിച്ചിട്ടുള്ളത്. അതിന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അളന്ന് തിട്ടപ്പെടുത്തി അതാത് കൊണ്ടുവന്ന തറവാട്ടിലെ ആളുകളെ ഏൽപ്പിക്കുകയും ആ അരി ക്ഷേത്രത്തിൽ വടക്ക് ഭാഗത്ത് ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തുള്ള കലവറയിൽ സൂക്ഷിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെയാണ് വൈകുന്നേരം 5 മണിക്ക് ശേഷം 6 മണിയോടുകൂടി കലവറ നിറക്കൽ ഘോഷയാത്ര പയ്യാവൂർ സന്നിധിയിൽ എത്തിച്ചേരും. നമ്മുടെ ഇവിടെ ഉത്സവത്തിനാവശ്യമായ അരി കുടകിൽ നിന്നെത്തുകയും മറ്റ് കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം തന്നെ മറ്റ് മതസ്ഥരായ ആളുകളിൽ നിന്നും മറ്റ് ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ ഓരോന്നാൾക്ക് അധികാരങ്ങൾ പകുത്ത് നൽകിക്കൊണ്ട് കാഴ്ചദ്രവ്യങ്ങൾ കാഴ്ചക്കുലകളും കൊടുകായി എന്ന് പറയുന്ന മൈസൂർ കായ് ഉൾപ്പെടെ കൊണ്ടുവന്ന് വെള്ളരിക്ക തേങ്ങ ചക്കപ്പൂതൽ കപ്പളങ്ങ എന്നുള്ള ഉദ്ദേശിച്ച സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്ന് കറിക്കാവശ്യമായ സാധനങ്ങളും കലവറയിൽ കൊണ്ടുവരികയും അതിന് വളരെ ഭംഗിയായി ഊട്ട് മഹോത്സവം എന്ന ഖ്യാതി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മഹോത്സവം തന്നെയാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ കാലങ്ങളായി നടന്നു വരുന്നത്. ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് പയ്യാവൂർ ഉത്സവം വളരെ ഭംഗിയായി നടക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുകയാണ്.